മെസ്സിയുടെ കേരള സന്ദർശനത്തിൽ കരാർ ലംഘനം നടത്തിയത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അല്ല, കേരള സർക്കാർ എന്ന് ആരോപണം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ചീഫ് കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസറായ ലിയാൻഡ്രോ പീറ്റേഴ്സ് ആണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ഏത് തരത്തിലുള്ള കരാർ ലംഘനമാണ് കേരള സർക്കാർ നടത്തിയതെന്ന കാര്യത്തിൽ വിശദീകരണം നൽകാൻ പീറ്റേഴ്സൺ തയ്യാറായില്ലെന്നാണ് റിപ്പോർട്ടുകൾ. 130 കോടി രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിലെ സ്പോൺസറിൽ നിന്ന് വാങ്ങിയിട്ടും ടീം വരാൻ തയ്യാറായില്ലെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പീറ്റേഴ്സൺ കേരള സർക്കാരിനെതിരെ രംഗത്തെത്തിയത്. അതേസമയം അർജന്റീന ടീമിനെ കേരളത്തിൽ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ലെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ പ്രതികരിച്ചു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാർ ഒപ്പിട്ടത് സ്പോൺസറാണെന്നും സർക്കാരിന് ആരുമായും കരാറില്ലെന്നും മന്ത്രി പറഞ്ഞു. സ്പോൺസർ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് കരാർ ഒപ്പിട്ടതെന്നും മന്ത്രി പറഞ്ഞു. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാനായി സ്പെയിനിലേക്ക് പോയതിന് 13 ലക്ഷം ചെലവാക്കിയെന്ന ആരോപണത്തിന് യാത്രകൾ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണെന്ന മറുപടിയാണ് മന്ത്രി നൽകിയത്. കരാറിലുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ പറയാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരാർ ലംഘനം നടത്തിയത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആണെന്നാണ് മന്ത്രി പറയുന്നത്. അർജന്റീന ടീം കേരളം സന്ദർശിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് വിരുദ്ധമായാണ് അർജന്റീന ഫുട്ബോൾ പ്രതിനിധിയുടെ ആരോപണം. ഇതോടെ മെസ്സിയുടെയും അർജന്റീനയുടെയും കാര്യത്തിൽ സർക്കാരിന്റെ അവകാശവാദങ്ങൾ പൊളിഞ്ഞെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ഡിസംബറിൽ മെസ്സി ഇന്ത്യ സന്ദർശിക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം വീണ്ടും ചർച്ചയായത്.